ബി.ജെ.പി. നേതാവും സിനിമാ നടനുമായ കൃഷ്ണകുമാറിൻ്റെ കുടുംബം മലയാളികൾക്കിടയിൽ വളരെ ഫേമസ് ആണ്. ആ കുടുംബത്തിലെ മൂത്ത കുട്ടിയായ ദിയ കൃഷ്ണയുടെ ഒരു സ്ഥാപനത്തിൽ നടന്ന അട്ടിമറി ഇന്ന് കേരളം ചർച്ച ചെയ്യുകയാണ്. ആ സ്ഥാപനത്തിലുണ്ടായിരുന്ന 3 വനിതാ ജീവനക്കാർ സ്ഥാപനത്തിൻ്റെ QR കോഡ് മാറ്റിയിട്ട് അവരവരുടെ പേഴ്സണൽ QR കോഡ് ഉപയോഗിച്ചിട്ട് പണം തട്ടിയെടുത്തു എന്നുള്ളതാണ് കേസ്. ഇത് കണ്ടുപിടിച്ച ഉടനെ തന്നെ കൃഷ്ണകുമാറും ദിയ കൃഷ്ണയും അടങ്ങുന്ന അവരുടെ കുടുംബക്കാരും കുറച്ച് സുഹൃത്തുക്കളും കൂടി അവരെ വിളിച്ചു വരുത്തി ഒരു കോംപ്രമൈസ് രീതിയിൽ സംസാരിക്കുകയും അതിലവർ കുറ്റം സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ പുറത്തിറങ്ങി അവർ പോലീസിൽ പരാതി കൊടുത്തത് ഇവരെ അന്യായമായ തടങ്കിൽ വെച്ചു, തട്ടിക്കൊണ്ടുപോയി ഭീഷണിപ്പെടുത്തി, ചെക്കുകളിൽ ഒപ്പിടിച്ചു എന്നൊക്കെയുള്ളതാണ്. കൂടാതെ ടാക്സ് വെട്ടിക്കുന്നതിന് വേണ്ടിയിട്ട് ഇവരുടെ സ്വന്തം QR കോഡ് ഉപയോഗിച്ചുകൊള്ളാൻ ദിയ കൃഷ്ണ സമ്മതിച്ചു എന്നും പറയുന്നു. ഇതൊരു പച്ചക്കള്ളമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇവർ കുറ്റം സമ്മതിക്കുന്ന ഒരു വീഡിയോ പുറത്തായിട്ടുണ്ട്. കൂടാതെ തന്നെ ദിയ കൃഷ്ണ ഈ അട്ടിമറി അല്ലെങ്കിൽ തട്ടിപ്പ് കണ്ടുപിടിച്ചതിന് ശേഷം ഈ വനിതാ അംഗങ്ങളെ ഫോണിൽ വിളിക്കുന്ന ഫോൺ കോൾ റെക്കോർഡും പുറത്തായിട്ടുണ്ട്. ഇതിൽ ഒരിടത്തും തന്നെ ഈ കുട്ടികൾ ചേച്ചി അങ്ങനെ പറഞ്ഞല്ലോ, QR കോഡ് ഉപയോഗിച്ചിട്ട് ഞങ്ങളുടെ നിന്ന് പണം എടുക്കാൻ പറഞ്ഞിട്ടുണ്ടല്ലോ എന്നൊരു വാക്ക് പറയുന്നില്ല. മറിച്ച് സോറി ചേച്ചി ഞാൻ കാല് പിടിക്കാം കൈ പിടിക്കാം എന്നൊക്കെയാണ് പറയുന്നത്. രണ്ടാമത്തത്, ഇവരെ വിളിച്ചു വരുത്തി സംസാരിക്കുന്നതിനിടയ്ക്ക് തട്ടിച്ചു കൊണ്ടുപോയ പൈസ കൊണ്ടുവരാനായിട്ട് പറയുമ്പം ഇതിലെ ഒരു സ്റ്റാഫിൻ്റെ ഭർത്താവ് പുറത്തുപോയി 8 ലക്ഷം രൂപയോളം തിരിച്ചു കൊണ്ടുവരുന്നു. ഇത്തരത്തിൽ ഇവരൊരു തട്ടിപ്പൊന്നും നടത്താതിരുന്നെങ്കിൽ എന്തിനാണ് ഈ പണം അവർ കൊണ്ടുവരുന്നത്? മാത്രമല്ല, ഇവർ അങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടില്ലായിരുന്നെങ്കിൽ പുറത്തുപോയ ആൾ എന്തുകൊണ്ടൊരു പോലീസിനെ അറിയിച്ച് ഇതേപോലെ എൻ്റെ ഭാര്യ ഉൾപ്പെടെ കുറച്ച് പേരെ അവർ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്, രക്ഷിക്കണമെന്ന് പറഞ്ഞില്ല. ഇത്തരത്തിലൊരു തട്ടിപ്പ് നിങ്ങളുടെ മുന്നിൽ തെളിവ് സഹിതം നിങ്ങൾ പിടിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ തെളിവുകളുണ്ടല്ലോ, നിങ്ങൾ എത്രയും പെട്ടെന്ന് പോലീസിനെ ഏൽപ്പിക്കുക, പരാതി കൊടുക്കുക, റെസിപ്റ്റ് വാങ്ങുക. ഇതിപ്പോൾ പോലീസിനെ അറിയിക്കാതെ കുടുംബം മൊത്തം ഇരുന്ന് 6-ാം തമ്പുരം കളിച്ചതാണ് ഇത്രയും പ്രശ്നങ്ങൾക്ക് കാരണം. വണ്ടി റോഡിന്റെ നടുക്കൊണ്ടിട്ട് ഊച്ചാളത്തരം കളിച്ച ചവിട്ടി അടിതാമി വിലക്കും. കൃഷ്ണകുമാറിനും കുടുംബത്തിനുമെതിരെയുള്ള കേസുകൾ വളരെ ഗ്രീവിയസാണ്. തട്ടിക്കൊണ്ടുപോകൽ, തടഞ്ഞു വെക്കൽ, ഭീഷണിപ്പെടുത്തൽ, അങ്ങനെ ജാമ്യം കിട്ടാത്ത വകുപ്പുകളാണ് ഇട്ടിട്ടുള്ളത്. എന്നാൽ മറ്റവർക്കാവട്ടെ താരതമ്യേന ജാമ്യം ലഭിക്കുന്ന വകുപ്പുകൾ. വാദി പ്രതിയായി. പിന്നെ ഒരു ഭാഗ്യമുണ്ടെന്ന് പറയുന്നത്, ദിയ കൃഷ്ണ ആണുമല്ല ആയിരുന്നെങ്കിൽ ഈ 3 പെണ്ണുങ്ങളും കൂടെ മറ്റേ കേസിട്ടനെ. അത് സ്ഥിരമായിട്ടുള്ള പരിപാടിയുണ്ടല്ലോ, പീഡനം. ഭാഗ്യത്തിന് ദിയ കൃഷ്ണ പെണ്ണായിപ്പോയി. ആണായിരുന്നെങ്കിൽ ദിയ കൃഷ്ണ ഗർഭിണിയാണെന്നൊന്നും നോക്കൂല, പിടിച്ചകത്തിട്ടേനെ.